ഹലോ, വെൽക്കം ടു മിനിസ്കെ സ്മൈലി ബ്ലോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനുണ്ടല്ലോ എനിക്ക് നല്ലപോലെ യൂസ്ഫുള്ളായ ഒരു ഹെയർ മാസ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇതെൻ്റെ ഹെയർ നിങ്ങൾ കണ്ടോ, ഇതുണ്ടോ, ഞാൻ ചീകി കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടില്ലേ, ഇതുണ്ടോ, നല്ല സ്മൂത്തായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട്. എൻ്റെ ഹെയർ ഓൾറെഡി സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഇതുണ്ടോ, നല്ല ഷൈനി ആയിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ, എനിക്കിവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. ഡെർമറ്റോളജിസ്റ്റാണ്, കോസ്മെറ്റിക് ഡോക്ടറും കൂടെയാണ് അവർ. അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഹെയർ നല്ലപോലെ ഹെയർ ഫാൾസ് ഉണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഹെയർ ഇങ്ങനെ നല്ലപോലെ ഇതുണ്ടോ, ഇങ്ങനെ ഹെയർ നല്ലപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫ്ലാക്സ് സീഡ് ആക്ച്വലി ഞാൻ കഴിക്കാറുള്ളതാണ്. പക്ഷേ നമ്മൾ അത് കഴിക്കുന്ന ഉള്ള ഗുണങ്ങൾ എത്രയുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം അതിനെന്ന് വെച്ചാൽ നല്ലൊരു മീൻസ് ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. പിന്നെ എന്താ പറയുക, വൈറ്റമിൻ ബി ആണ്, വൈറ്റമിൻ എ, ബി ആണ്, എ ആണ്, എല്ലാം ഉണ്ട് നമ്മുടെ ഈ ഫ്ലാക്സിഡിൽ. അപ്പം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വരൂ. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനുണ്ടല്ലോ ഈ ഗ്ലാസ്സിന് 1.25, ഇത് ലാസ്റ്റ് ഒരു ലൈൻ നിങ്ങൾ കണ്ടോ, ആ ലൈന് ഒരു ഗ്ലാസും ആ ലാസ്റ്റുള്ള ലൈനിൽ അത്രയും കൂടെ വെള്ളം എടുത്തിട്ട് ഞാൻ ഫ്ലാക്സിനകത്ത് തിളപ്പിക്കാൻ വെക്കും കേട്ടോ. നമുക്ക് വെള്ളം എടുക്കാം. അപ്പം നമ്മുടെ ഹെയറിന് എത്ര വേണോ അതനുസരിച്ച് വേണം കേട്ടോ. ഒത്തിരി ഹെയറുള്ളവർക്ക്, തിക്കുള്ളവർക്കൊക്കെ ഇതിന് കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു വലിയ സ്പൂണാണ്. ഇതിന് നമ്മൾ ഒരു സ്പൂൺ ഇട്ടു, ഇനി ഒരു സ്പൂൺ കൂടി ഇടണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്പൂൺ ഇട്ടു. ഇത് കണ്ടോ, ഫ്ലാക്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പയ്യെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്നറിയോ, ഇത് കണ്ടോ, ഫ്ലാക്സ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇത് തിളച്ച് നല്ലൊരു തിളയ്ക്കുമ്പോഴല്ലോ ഇതൊരു ജെൽ ഫോം ആവും. ഇത് കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ഒരു ജെൽ ഫോം ആവും ഇത്. ഇത് കണ്ടോ, ഇപ്പം ഞാനിതെല്ലാം കൂടെ ഒരു അരിപ്പയിലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് നല്ലപോലെ സ്റ്റെയിൻ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, കുറേശ്ശെ ചൂടോടെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ വരില്ല. ഇത് കണ്ടോ, ഇത്രയും വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണിയില്ലേ, മീൻസ് ഒരു കോട്ടൺ ക്ലോത്തിലിട്ട് നമുക്ക് നല്ലപോലെ കീസ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഞാനൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്കിത് ഒഴിക്കാം. ജെല്ല് ഇത് കണ്ടോ, ജെൽ ഫോം ആയിരിക്കുകയാണ്. ഇതിനിയും വരാനുണ്ട്. ഇത് കണ്ടോ, ഇത്ര ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്ര മതി എൻ്റെ ഹെയറിന്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം, നല്ല തിക്കായിട്ട്. ഇത് കണ്ടോ, ജെല്ല് പോലെ. കുറച്ച് ചൂട് നമ്മൾ തല തേക്കണം കേട്ടോ. നോക്കട്ടെ, എനിക്ക് കറക്റ്റ് ഉണ്ട് ഹെയർ തേക്കാനായിട്ട്. അപ്പം നമുക്ക് തേച്ച് കാണിക്കാം കേട്ടോ ഞാൻ. ഇത് കണ്ടോ, ജെല്ല് പോലെ ഉണ്ട്. ഇത് കണ്ടോ, നമുക്കിങ്ങനെ കുറേശ്ശെ തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ, നമ്മൾ എണ്ണ തേക്കുന്ന പോലെ തന്നെ. ഇത് കണ്ടോ, എനിക്ക് ഓൾറെഡി കോൾഡാണ്, എന്നാലും ഞാൻ ഫുള്ളായിട്ട് തേച്ചിട്ട് കാണിക്കാവേ. കണ്ടോ, അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ തേച്ചിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ്, ഒരു ഡ്രൈ ആവാൻ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഹെയർ കണ്ടോ, 3 വരുന്നുണ്ട്. ഈ തേച്ച് കഴിയത് കുറഞ്ഞതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്ക് കെട്ടി വെച്ചിട്ടൊരു ഹാഫ് ആൻ അവർ വിടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണർ വിത്ത് ഷാമ്പു മൈൽഡ് ഇട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇതുണ്ടോ, ബാക്ക് കാണിച്ചാൽ. ഇത് കണ്ടോ, നോക്കി നല്ല സ്മൂത്തായിട്ടില്ലേ. കണ്ടോ, നമുക്കുണ്ടോ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ ഹെയർ നമ്മുടെ ഈ ഫ്ലാക്സിഡ് കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ. കണ്ടോ, അപ്പം നിങ്ങളും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. കാരണം ഞാൻ നുണ പറയുന്നല്ല, എനിക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലാക്സിൻ്റെ ഇത്രയും ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ചില സമയത്ത് ഫ്ലാക്സ് ഉണ്ടല്ലോ ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെയും
ചോറിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കില്ല, തോരൻ കറി, അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി. ഇത് കണ്ടോ, ഇതൊരു ചെറിയൊരു ബോക്സാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതുണ്ടോ. ഇതെന്നത് ട്രൂ ന്യൂട്രോ ഏതൊരു കമ്പനിയാണ്, പക്ഷെ നല്ല ഫ്ലാക്സീഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഹെയറിന്. ഇത് വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ, ടൈം പാസിനൊക്കെ നമുക്ക് കഴിക്കാനും നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പം നമ്മുടെ ഹെയറൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.